ഹലോ ചാമ്പ്യൻസ്. എത്ര തവണ നിങ്ങൾ ബുക്ക് പഠിക്കാനായിട്ട് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ മൈൻഡ് ഡിഫറെൻറ്റ് തോട്ട്സിലോട്ട് ജമ്പ് ചെയ്ത് പോയിട്ടുണ്ട്. അതായത് കുറച്ച് നേരം ഞാൻ എൻ്റെ ഫോൺ ഒന്ന് ചെക്ക് ചെയ്ത് കളയാം, അല്ലെങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എന്തായിരിക്കും നടക്കുക, എനിക്ക് ബോറടിക്കുന്നു, ഞാൻ പിന്നെ പഠിക്കാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും കഴിച്ചിട്ട് പഠിക്കാം. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഒരു 2 hours കഴിയുമ്പോഴത്തേക്കും യു റിയലൈസ് ദാറ്റ് യു സ്റ്റഡിഡ് നത്തിങ്. ഒരു വകയും പഠിച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലാകും. നിങ്ങൾക്ക് ഗിൽറ്റ് ഫീൽ ചെയ്യും, ചില സമയത്ത് ദേഷ്യം തോന്നും, ആൻഡ് ചില സമയത്ത് യു ഫീൽ ലൈക്ക് എവ്രി വൺ എൽസ് ക്യാൻ ഫോക്കസ്, പക്ഷെ എനിക്ക് മാത്രം ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. ആക്ച്വലി യുവർ ഫോക്കസ് ഇസ് നോട്ട് വീക്ക്, യുവർ മൈൻഡ് ഇസ് നോട്ട് ബ്രോക്കൺ, യുവർ വിൽ പവർ ഇസ് നോട്ട് സ്മോൾ. ആക്ച്വലി നിങ്ങൾക്ക് നിങ്ങളുടെ ഫോക്കസിനെ ട്രെയിൻ ചെയ്യാൻ അറിയില്ല. യെസ്, ഫോക്കസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ട്രെയിനബിൾ സ്കിൽ. നമ്മൾ മസിൽസ് ഒക്കെ ബിൽഡ് ചെയ്യുന്നത് പോലെ തന്നെ റൈറ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കോൺസെൻട്രേഷനെ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഐ ആം ഗോയിങ് ടു ഗിവ് യു എ ഫുൾ 7 days സയന്റിഫിക് ഫോക്കസ് ട്രെയിനിങ് പ്രോഗ്രാം ദാറ്റ് ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് ഫോർ എവർ. ഈ 7 ദിവസം ഓണസ്റ്റ് ആയിട്ട് നിങ്ങൾ ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ആകും, യുവർ മാർക്സ് വിൽ ഇൻക്രീസ്, നിങ്ങളുടെ സെൽഫ് കൺട്രോൾ സ്ട്രോങ് ആകും, ആൻഡ് ഫോർ ദ ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് തോന്നും ദാറ്റ് യു ആർ ഇൻ കൺട്രോൾ ഓഫ് യുവർ മൈൻഡ്. So let's begin. ഇന്നത്തെ ഗോൾ സിമ്പിൾ ആണ്. സ്റ്റേ അവേ ഫ്രം യുവർ ഫോൺ ഫോർ 60 minutes straight. അതായത് 1 മണിക്കൂർ ഫോൺ യൂസ് ചെയ്യാനേ പാടില്ല. നോ റീൽസ്, നോ മെസ്സേജസ്, നോ വാട്സാപ്പ്, നോ യൂട്യൂബ്, നത്തിങ്. വൈ? ബിക്കോസ് നിങ്ങളുടെ ബ്രെയിൻ ഓവർലോഡഡ് ആണ്. ഓരോ നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്കും അത് നിങ്ങളുടെ ബ്രെയിനിൻ്റെ ഡോപ്പമൈൻ ലെവൽ ഇൻക്രീസ് ചെയ്യുവാണ്. ഡോപ്പമൈൻ എന്ന് പറയുന്നത് ഒരു ഫീൽ ഗുഡ് കെമിക്കലാണ്. ആ ഡോപ്പമൈൻ ബേസ്റ്റ് സംഭവിക്കുമ്പോഴത്തേക്കും നമുക്ക് ഹാപ്പിനെസ് കിട്ടും. അപ്പം സന്തോഷം കിട്ടുന്നത് കൊണ്ട് വീണ്ടും വീണ്ടും നമ്മൾ ആ ആക്ടിവിറ്റി തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ആകുമ്പോഴത്തേക്കും ഫോൺ യൂസേജ് കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്നൊരു ദിവസത്തേക്ക് ഫോൺ യൂസ് ചെയ്യാനേ പാടില്ല. ഫോണിനെ വേറൊരു റൂമിൽ കൊണ്ടുവയ്ക്കുക, ഇല്ലെങ്കിൽ സൈലന്റ് ആക്കി വെക്കുക. Now sit with your book and study for 60 minutes. 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ബ്രെയിൻ കുറേ കൂടെ ക്ലിയർ ആയിട്ട് ഫീൽ ചെയ്യും, ആൻഡ് യുവർ തോട്ട്സ് വിൽ സ്ലോ ഡൗൺ, ഓവർ തിങ്കിങ് ഒക്കെ കുറഞ്ഞു തുടങ്ങും. ദിസ് ഈസ് യുവർ മെന്റൽ റീസെറ്റ്. ഇനിയാണ് നമ്മുടെ സയന്റിഫിക് മെത്തേഡായ പോമോഡോറോ മെത്തേഡ് വരുന്നത്. ഒരുപാട് കുട്ടികൾ ഈ മെത്തേഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ 30 minutes ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്യാം, പിന്നീട് 5 minutes ബ്രേക്ക് എടുക്കാം. ഇനി എന്തുകൊണ്ടാണ് 30 minutes എന്ന് പറയുന്നത്? ആക്ച്വലി പഠിക്കാനിരിക്കുമ്പോഴത്തേക്കും ആദ്യത്തെ 10 minutes നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ബിക്കോസ് നമ്മുടെ മൈൻഡിൽ ഒരുപാട് ഓവർ തിങ്കിങ്ങും ഡിസ്ട്രാക്ഷൻസും ഒക്കെ വരും. 10 minutes കഴിയുമ്പോഴത്തേക്കും ഏകദേശം അതൊന്ന് ഫേഡായി തുടങ്ങും. അപ്പോഴാണ് ആക്ച്വലായിട്ട് നമ്മൾ പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 30 minutes എന്ന് പറഞ്ഞത്. സോ 30 minutes പഠിക്കുക, പിന്നീട് 5 minutes ബ്രേക്ക് എടുക്കുക. അപ്പം ഇന്നത്തെ ഒരു ദിവസം 3 സൈക്കിൾസ് ഫോളോ ചെയ്യും. ഇനി വരുന്ന ദിവസങ്ങളിൽ സൈക്കിൾസിന്റെ എണ്ണം കൂട്ടിക്കൊണ്ടേയിരിക്കുക. നിങ്ങളുടെ ബ്രെയിനിന് മൾട്ടി ടാസ്കിങ് ചെയ്യാനായിട്ട് പറ്റില്ല. ബിക്കോസ് നമ്മൾ ഒരു ടാസ്കിന്റെ ഇടയിൽ വേറൊരു ടാസ്കും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മെന്റൽ എനർജി വേസ്റ്റ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇന്ന് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് പിക്ക് 1 chapter, സ്റ്റഡി ഓൺലി ദാറ്റ് ചാപ്റ്റർ ആൻഡ് കംപ്ലീറ്റ് ഇറ്റ്. ഒരു ചാപ്റ്റർ സെലക്ട് ചെയ്യുക, അത് മാത്രം പഠിക്കുക, അതിനെ കംപ്ലീറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ ഫിസിക്സ് ആണ് പഠിക്കുന്നതെങ്കിൽ ഫിസിക്സ് പഠിച്ച് ആ ഒരു പെർട്ടിക്കുലർ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുക. അത് കംപ്ലീറ്റ് ചെയ്യാതെ കെമിസ്ട്രിയോ ബയോളജിയോ മാത്സോ കൊണ്ടുവരാൻ പാടില്ല. അപ്പം സബ്ജക്ട്സിന്റെ ഇൻ ബിറ്റ്വീൻ സ്വിച്ചിങ് വരാനായിട്ട് പാടില്ല. ഹാഫ് റീഡിങ് ഇവിടെ ചെയ്തു, ഹാഫ് റൈറ്റിംഗ് അവിടെ ചെയ്തു, അങ്ങനെ പാടില്ല. ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുക, അതിനുശേഷം നെക്സ്റ്റ് സബ്ജക്റ്റിലോട്ട് മൂവ് ഓൺ ചെയ്യുക. ബിക്കോസ് നമ്മൾ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിൻ ഫുൾ പവർ അതിലോട്ട് യൂസ് ചെയ്യും. അപ്പോൾ ഒരു സ്റ്റിക്കി നോട്ട് എടുക്കുക, അതിൽ എഴുതി വയ്ക്കുക, ടുഡേ ഐ വിൽ കംപ്ലീറ്റ് ദിസ് ചാപ്റ്റർ ഓൺലി എന്ന്. ഈ വേ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യാനും സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാനായിട്ടും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ എൻവയൺമെന്റ് നിങ്ങളുടെ 40% ഓഫ് അറ്റൻഷനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പം ഇന്നത്തെ ഗോൾ എന്ന് പറയുന്നത് ഒരു ഫോക്കസ്ഡ് ഡെസ്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ടേബിൾ ക്ലീൻ ചെയ്യുക, ബാക്കി ആവശ്യമില്ലാത്ത ബുക്സ് എല്ലാം റിമൂവ് ചെയ്യുക, ഒരു സബ്ജക്ട്, ഏത് സബ്ജക്റ്റ് ആണോ പഠിക്കുന്നത് അതുമായിട്ട് റിലേറ്റ് ചെയ്ത ബുക്സ് മാത്രം വയ്ക്കുക, ഒരു പേന, നോട്ട്ബുക്ക്, വെള്ളം, ഇത്രയും സാധനങ്ങൾ ടേബിളിൽ ഉണ്ടായിരിക്കണം. അൺനെസറി ആയിട്ടുള്ള സാധനങ്ങളെല്ലാം മാറ്റാം. സിറ്റ് സ്ട്രേറ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, പുട്ട് യുവർ ഫോൺ ഫാർ അവേ ഫ്രം യു. നിങ്ങളുടെ ടേബിൾ ക്ലീൻ ആയിരിക്കുമ്പോൾ യുവർ മൈൻഡ് ഓൾസോ ബിക്കംസ് ക്ലീൻ. നിങ്ങളുടെ സറൗണ്ടിങ്സ് കാം ആയിരിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡും കാം ആകും. എൻവയൺമെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സൈലന്റ് ടീച്ചർ. സോ ടുഡേ യു വിൽ ടീച്ച് യുവർ ബ്രെയിൻ ടു ഫോക്കസ്. നിങ്ങളുടെ ബ്രെയിനിന് പെട്ടെന്ന്
സ്റ്റഡി മോഡിലോട്ട് സ്വിച്ച് ഓൺ ആകാൻ പറ്റില്ല. ഇറ്റ് നീഡ്സ് എ വാം അപ്പ്. അപ്പോൾ എല്ലാ സ്റ്റഡി സെഷനും മുന്നേ ഈ ഒരു 2 minute റൂള് ഫോളോ ചെയ്ത് നോക്കാം. സ്റ്റെപ്പ് 1, കണ്ണുകൾ അടച്ചു വയ്ക്കുക ഫോർ 10 seconds. സ്റ്റെപ്പ് 2, 5 സ്ലോ ആയിട്ടുള്ള ദീർഘശ്വാസം എടുക്കുക. സ്റ്റെപ്പ് 3, സ്വയം പറയാം നെക്സ്റ്റ് 30 minutes ഓൺലി ഫോക്കസ് എന്ന്. ഇത് നിങ്ങളുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിനെ ആക്ടിവേറ്റ് ചെയ്യും. പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് യുവർ ബ്രെയിൻ ദാറ്റ് കൺട്രോൾസ് ഫോക്കസ്, പ്ലാനിങ്, മെമ്മറി, ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ആ ഒരു ഏരിയനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഇത് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. സോ ദിസ് റൂൾ വിൽ ഇംപ്രൂവ് യുവർ ഫോക്കസ് ഇൻ ജസ്റ്റ് 2 minutes. പഠിക്കാനിരിക്കുമ്പം സ്ഥിരമുള്ള പ്രോബ്ലമാണ് ഡിസ്ട്രാക്ഷൻസ്, ഓവർ തിങ്കിങ്, ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ അടുത്തൊരു സ്മോൾ നോട്ട്ബുക്ക് വയ്ക്കുക. ആൻഡ് ഇതിനെ ഡിസ്ട്രാക്ഷൻ ബുക്ക് എന്ന് വേണമെങ്കിൽ പേര് കൊടുക്കാം. ഇനി മൈൻഡിൽ ഓരോ തോട്ട്സും വന്ന് പോകുമ്പോഴത്തേക്കും, ഫോർ എക്സാമ്പിൾ ഫോൺ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ റീൽസ് കാണാം, എന്തെങ്കിലും ഇന്ന് ഗൂഗിൾ ചെയ്യാം, ആരോടെങ്കിലും സംസാരിക്കാം, ഇങ്ങനത്തെ തോട്ട്സ് ഒക്കെ വരുവാണെങ്കിൽ ഇതിനെ ആ ഡിസ്ട്രാക്ഷൻ ബുക്കിൽ നോട്ട് ഡൗൺ ചെയ്ത് വയ്ക്കാം. ബിക്കോസ് നമ്മൾ എഴുതുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിനിന് ഒരു റിലാക്സേഷൻ ഫീൽ കിട്ടും. ഇത് നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട്, അപ്പോൾ ഇതൊക്കെ നമുക്ക് പിന്നീട് ചെയ്യാം എന്ന് നമ്മുടെ മനസ്സിന് തോന്നി തുടങ്ങും. അപ്പം ഇത് ആ ഒരു മെന്റൽ ബാറ്റിൽ ക്ലിയർ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ മൈൻഡിനെ ക്ലിയർ ചെയ്യും ആൻഡ് ഇൻക്രീസസ് ഫോക്കസ് നാച്ചുറലി. ഇനി 7ാമത്തെ ദിവസം ചെയ്യാനുള്ള കാര്യം ദ 2 hour ഡീപ് ഫോക്കസ് ചാലഞ്ച്. ഇതാണ് നമ്മുടെ ഫൈനൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ എല്ലാം കാര്യവും കൂടി ഒരുമിച്ച് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. അതായത് 2 മണിക്കൂറത്തേക്ക് നമ്മൾ ഫോൺ യൂസ് ചെയ്യില്ല. വി വിൽ കീപ് ആ ഫോൺ ഔട്ട്സൈഡ് ദ റൂം. നമ്മുടെ ടേബിൾ ക്ലീൻ ആയിരിക്കണം. ഒരു സബ്ജക്റ്റ് മാത്രം ആദ്യം പഠിച്ചു തീർക്കണം. 30-5 എന്നുള്ള പോമോഡോറോ സൈക്കിൾ ഫോളോ ചെയ്യണം. ഇടയ്ക്ക് ഡീപ്പ് ബ്രീത്ത് ചെയ്യണം. ഡിസ്ട്രാക്ഷൻ നോട്ട്ബുക്ക് റെഡിയാക്കി വെക്കണം. കുടിക്കാൻ വെള്ളം വേണം. ആൻഡ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ടാസ്ക് സ്വിച്ച് ചെയ്യാൻ പാടില്ല. സോ ദിസ് വിൽ ബി ദ സ്ട്രോങ്ങസ്റ്റ് സ്റ്റഡി സെഷൻ യു ഹാവ് എവർ ഡൺ. ഇതേവരെ ചെയ്തിട്ടുള്ളതിനേക്കാളും ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റഡി സെഷൻ ആയിരിക്കും ഇന്ന് 7ാമത്തെ ദിവസം നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ ഒരു 7ാമത്തെ ദിവസം പഠിച്ച് കഴിയുമ്പോഴത്തേക്കും യു വിൽ ഫീൽ പവർ, പ്രൈഡ്, മെന്റൽ പീസ്, കൺട്രോൾ, പ്രൊഡക്ടിവിറ്റി ആൻഡ് കോൺഫിഡൻസ്. ഈ ഒരു സെഷൻ വിൽ ഷോ യു നിങ്ങളുടെ മൈൻഡ് ആക്ച്വലി എത്രത്തോളം കേപ്പബിൾ ആണ്. ആൻഡ് നിങ്ങൾ ഒരു വീക്ക് സ്റ്റുഡൻറ് അല്ല. യു ആർ നോട്ട് എ ലേസി സ്റ്റുഡൻറ്. നിങ്ങൾ ആക്ച്വലി നിങ്ങൾക്ക് നേരെ ഫോക്കസ് ചെയ്യാൻ പറ്റാത്തതായിരുന്നു ഇത്രയും ദിവസം നിങ്ങൾ നേരിട്ട പ്രോബ്ലം. നിങ്ങളുടെ മൈൻഡിന് ജസ്റ്റ് ഒരു ഗൈഡൻസിൻ്റെ ആവശ്യമുണ്ടായിരുന്നു, ഒരു ഡയറക്ഷൻ വേണമായിരുന്നു, ഒരു സിസ്റ്റം വേണമായിരുന്നു പ്രോപ്പറായിട്ട് പഠിക്കാൻ. ഇനി നിങ്ങളുടെ കയ്യിൽ ഒരു ഡയറക്ഷൻ ഉണ്ട്, ഒരു ഗൈഡൻസ് ഉണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ള ടൂൾസ് ഉണ്ട് ആൻഡ് മെത്തേഡ്സും ഉണ്ട്. So your focus will improve not because of magic but because you decided to take control. ഓർക്ക, ഒരു ഫോക്കസ്ഡ് സ്റ്റുഡൻറ് എന്ന് പറയുന്നത് അൺസ്റ്റോപ്പബിൾ ആണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സോ ഫോക്കസിനെ സെലക്ട് ചെയ്യുക, ഡിസിപ്ലിനെ സെലക്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്യൂച്ചറിനെ സെലക്ട് ചെയ്യുക. വേറെ കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇഗ്നോർ ചെയ്ത് കളയാം. നിങ്ങളുടെ ഡ്രീംസ് ഫുൾഫിൽ ആകണം എന്നുണ്ടെങ്കിൽ യു നീഡ് യുവർ കോൺസെൻട്രേഷൻ. നിങ്ങളുടെ ഗോൾസിന് നിങ്ങളുടെ അറ്റൻഷൻ വേണം. ആൻഡ് യു ഡിസേർവ് സക്സസ്. സോ ഇന്ന് തൊട്ട് തന്നെ 7 ദിവസം ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് യുവർ ഫ്യൂച്ചർ സെൽഫ് ഇസ് വെയിറ്റിംഗ് ടു താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. താങ്ക്സ് ഫോർ വാച്ചിങ്.